നമസ്കാരം, ഞാൻ വിന്നേഴ്സിലെ ശാലി ടീച്ചറാണ്. ഞാൻ ഇന്ന് എടുക്കാൻ വന്നിരിക്കുന്നത് 10th സ്റ്റാൻഡേർഡിലെ കേരള സിലബസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ബീർ ബഹൂഡിയാണ്. ഇതൊരു കഹാനിയാണ്, ഹിന്ദി ടെക്സ്റ്റാണ്. കഹാനി മീൻസ് കഥയാണ്. ചാപ്റ്ററിൻ്റെ പേര് ബീർ ബഹൂഡി. ഹിന്ദിയിലെ പ്രമുഖ കവിയായ ഒരു യുവ കവി കൂടിയായ പ്രഭാത് ആണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ബാദൽ ബഹുത്ത് ബറസ് ലിയതേ, മഴ നന്നായി പെയ്തിരുന്നു. ഫിർഫി ബഹുത്ത് സാരാ പാനി ഉന്മേ ബജാ ഹുവാദ, എന്നിട്ടും ജലം ഇനിയും അവശേഷിച്ചിരിക്കുന്നു. വേ ഖേത്തോം ജംഗലോം കെ ഊപ്പർ ചായ ഹുയേതേ, അവ വരുന്നത് എങ്ങനെയാണ്? ഖേത്തോം ജംഗലോ, വയലുകളിലും വനങ്ങളുടെ മുകളിലൂടെയാണ് ഇത് എത്തുന്നത്. സാര ആകാശ് മേഘോം സെ ഭരധ, ആകാശത്ത് മേഘങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ബേഗോം കി ഛായാവോം മേ ഗിലി ഹവായി ഇതർ ഉദർ ധൂം രഹീതി, മേഘങ്ങൾ എങ്ങനെയാണ് എത്തുന്നത്? മേഘങ്ങൾ ഉണ്ടെങ്കിൽ സാധാരണ മഴയുടെ സാധ്യതയുണ്ടെങ്കിൽ തണുത്ത കാറ്റ് വീശാറുണ്ട്. അത് അവിടെയും എവിടെയും ഘൂം രഹീതി, ചുറ്റിക്കറങ്ങുന്നുണ്ട്. പേടോങ്കി തന്നെ അബീബി ഗിലേതേ, മരങ്ങളുടെ തടികളിലും നനവുണ്ട്. മുഗഫലിയൊക്കെ ഹരെ കേത്തോമേ പീലെ ഫൂൽ അബീബി ഗിലേതേ, മുഗഫലി മീൻസ് നിലക്കടല. ഹരെ കേത്തോം പച്ചപ്പ് നിറഞ്ഞ ആ വയലില് പീലെ ഫുൽ, നിലക്കടലയുടെ പൂവിന്റെ നിറം മഞ്ഞയാണ്. ആ മഞ്ഞ നിറമുള്ള പൂവുകളിലും നനവ് ഉണ്ട്. കേത്തോമേ ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാധ, കേത്തോം വയലുകളിൽ ചെറിയ ചെറിയ ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാധ, ചോളം. ബാജ്ര മീൻസ് ചോളം, ധാന്യം. അത് മുള പൊട്ടി വരുന്നു. ബാജ്രക്കെ ലംബെ പതിലെ പാത്തോമേ പാനിക്ക് ബൂദെ അടക്കി ഹുയിതി, ബാജ്രയുടെ ഇലകളിൽ, നീളമുള്ള ഇലകളിലും പാനിയുടെ വെള്ളത്തുള്ളികൾ തങ്ങി നിൽക്കുന്നു. അട്ക്കി മീൻസ് തങ്ങി നിൽക്കുക. ബൂദെ മീൻസ് തുള്ളികൾ. ബാരിസ് കി ഹവാ മേ ഗീലെ ഖേത്തോ ഔർ ബാരിസ് കി ഹരിയാലിക്ക് ഗന്ധ് ഗിലി ഹുയി, മഴയുള്ളപ്പോൾ തണുത്ത കാറ്റ് വീശാറുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയുള്ള തണുത്ത കാറ്റാണ് വീശാറുള്ളത്? തണുത്ത കാറ്റ്. ഇത് പച്ചപ്പ് നിറഞ്ഞ ഒരു ഗന്ധം അങ്ങനെ അവിടെ ചുറ്റി കറങ്ങുന്നു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ഉൻഹെ ബീർ ബഹൂഡിയെ സെ മിൽന ഹോത്തത, അവർക്ക് ബീർ ബഹൂഡിയെ കാണണമെന്നുണ്ട്. സോ വേ സ്കൂൾ കേലിയെ ഘർ സെ കുച്ച് സമയം പഹലെ നിക്കൽ ആത്തിയതേ, അതുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് കുറച്ച് സമയം നേരത്തെ ഇറങ്ങിയിരുന്നു. കസ്ബെ സെ സഡെ ഇൻ ഖേത്തോമേ ബീർ ബഹൂഡി സെ ഖോജ് കർത്തേതേ, അവർ ബീർ ബഹൂഡിയെ അന്വേഷിച്ച്, കസ്ബെ മീൻസ് ഗ്രാമത്തിലെ ആ വയലിൽ അവർ ഖോജ് മീൻസ് അന്വേഷിക്കാറ് ഉണ്ടായിരുന്നു. സൂർ മിലായം ഗദ്ബതി ബീർ ബഹൂഡിയും, ബീർ ബഹൂഡിയെ കുറിച്ച് കഥാകൃത്ത് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് സോഫ്റ്റ്, സ്മൂത്ത് ആൻഡ് വെൽവെറ്റ്, അങ്ങനെയാണ് ബീർ ബഹൂഡിയെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അത് ഇംഗ്ലീഷ് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ റെഡ് വെൽവെറ്റ് മൈറ്റ് എന്ന പേരിലാണ് ഇതിനെ അറിയപ്പെടുന്നത്. ധർത്തി പർ ചൽത്തി ഫിർത്തി ഘൂൻ കി പ്യാരി പ്യാരി ബൂദേ, ബീർ ബഹൂഡിയെ ഇവിടെ കഥാകൃത്ത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂദേ, അതായത് ഭൂമിയിൽ തുള്ളി തുള്ളി നടക്കുന്ന സ്നേഹമുള്ള ലൗലി ആണ് എന്തെന്ന് പറയുന്നത്. ഈ ലൗലിയായിട്ടൊരു തുള്ളിയാണ് എന്ത് ബീർ ബഹൂഡി എന്ന് കവി പറയുന്നു. ഉൻകെ ബസ്തേ ഉൻകി പീഠ് പർ ലതേ ഹോത്തേതേ കന്തോം പർ ടാങ്കോ ഹോത്തേതേ, ഇവിടെ ആ കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. ഇവർ അന്വേഷിക്കുന്നെങ്കിലും, ബീർ ബഹൂഡിയെ അന്വേഷിക്കുമെങ്കിലും ഇവരുടെ തോളിൽ എന്ത് കിടപ്പുണ്ട്? ബാഗ് കിടപ്പുണ്ട്. वे एक दूसरे के बहुत नजदीक रहकर बालिक कहना चाहिए बिल्कुल सटकर ബീർ ബഹൂഡിയെ खोजते, അവർ ഒരുമിച്ചിരുന്നാണ് ഈ ബീർ ബഹൂഡിയെ അന്വേഷിച്ചിരിക്കുന്നത്. उन्होंने देखने के लिए वे बारिश की गंध भरी भूरी जमीन पर बैठ जाया करते थे. മീൻസ് എന്തുവാണ്? ഇവര് നോക്കുന്നത് എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്? ഭരി ഭൂരി ജമീൻ മേ ബൈറ്റ്, അതായത് നനവുള്ള ബ്രൗൺ നിറത്തിലുള്ള മണ്ണിൽ ഇരുന്നു കൊണ്ടാണ് ഇവരെന്തിനെ അന്വേഷിക്കുന്നത്? ബീർ ബഹൂഡിയെ അന്വേഷിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്ക്. ബേല देखो इस बीर बहूडी का रंग तुम्हारे रिबन के जैसा लाल है, സാഹിൽ ने कहा. സാഹിൽ പറഞ്ഞു, നോക്കൂ, ബീർ ബഹൂഡിയുടെ നിറവും ചുമല, നിന്റെ തലയിൽ കെട്ടിയിരിക്കുന്ന റിബണിന്റെ കളറും ചുമല. തുമ്നെ കുച്ച് സുനാ ബേല, നീ കേൾക്കുന്നുണ്ടോ ബേല? ഹം സുനാ, കേൾക്കാം. പഹലി ഘണ്ടി ലഖ ഗയി ഹെ, ഫസ്റ്റ് ബെൽ
അടിച്ചു. ലേക്കിൻ മുझे पेन में स्याही भी भरवानी है दुकान से. പക്ഷേ എനിക്ക് പേനയിൽ മഷിയില്ല, അത് മഷി നിറയ്ക്കാൻ എവിടെ പോകണം? ഷോപ്പിൽ പോകണം. ഇനി 4ാമത്തെ പാരഗ്രാഫ്. 1921 का साल, 1981 वर्ष. साल मीन्स वर्ष. राजस्थान में जयपुर के नजदीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിലെ ഒരു ഫുലേര ജംഗ്ഷനെ കുറിച്ച് പറയാം. എങ്ങനെയുള്ള ഫുലേര ജംഗ്ഷനാ? സാധനങ്ങൾ കൊണ്ടുപോകുന്നതും വാഹനങ്ങളുമായി ധാരാളം വാഹനങ്ങളുമുള്ള ഒരു സ്ഥലമാണ് രാജസ്ഥാൻ അടുത്തുള്ള ഫുലേര ജംഗ്ഷൻ. കസ്ബയ്ക്ക് ലഘുഫക് സുനി തങ് ഗലിയോ. അതെങ്ങനെയുള്ളതാണ്? കസ്ബെ മീൻസ് ഗ്രാമം. അതെങ്ങനെയുള്ളതാണ്? ഒരു ചെറിയ, ഗലിയോ മീൻസ് നമ്മളെ ഇടുങ്ങിയ തെരുവെന്ന് പറയുന്നു അല്ലേ? അതൊരു ചെറിയ തെരുവാണ്. ഗലിയോ മേ ഖമോശ് ഖഡേ ബിജ്ലി കെ ഖംബെ. ഗലിയോ മേ ഖാമോശ്, ഖാമോശ് മീൻസ് സൈലന്റ്, സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ബിജ്ലി, ഖഡേ ബിജ്ലി കെ ഖംബെ, ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ഖംബോ കെ ബീച്ച് ഖിംചി താരോ കി കഥാരെ. കമ്പികൾക്കിടയിൽ നിരനിരയായി വയറുകളും ഉണ്ട്. താരോ മീൻസ് വയർ, കഥാരെ നിര, ലൈൻ. इन गलियों में जहां तहां दिखाई पड़ते मीठी घंटियां बजाते विरिबाले. അവിടെ മധുരശബ്ദത്തിൽ മിഠായി വിൽപ്പനക്കാരെയും ഒരു വിൽപ്പനക്കാരനെയും കാണാം. एक अंधेरी सी लेकी में चख सात घातों घूरों की टांबों की आवाज़ें. ഒരു ഇരുണ്ട ബിച്ചലി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? പ്രകാശമില്ലാത്ത ഒരു ഇലക്ട്രിക് പോസ്റ്റാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ ആ ഗ്രാമം എങ്ങനെയുള്ളതായിരിക്കും? ഇരുട്ട് നിറഞ്ഞായിരിക്കും. അതുകൊണ്ട് അവിടെ എന്തുണ്ട്? ചഹസാത്ത്, 6 7 എന്തുവേണേ? ഖാദോ മീൻസ് കുതിര, ഗുരോ മീൻസ് ഗുരോങ്കി ടാംബോ, അതായത് ഗുരോങ്കി ടാംബോക്ക് ആവാസ്, അതായത് കുതിരകളുടെ കുളമ്പടി ശബ്ദം കേൾക്കാം. ഉൻകെ പീച്ചെ ചലത്ത ഏക്ക് ബദൻ ഉഗാഡെ കുഹാൻ. കുഹാർ അതായത് അതിന് പുറകില്, ഉൻകെ പീച്ച് ചലത്ത പുറകിലായിട്ട് നടന്നു വരുന്ന ഏക്ക് ബദൻ ഉഗാഡെ, ഒരു എങ്ങനെയാണ്? ഈ കൊല്ലപ്പണിക്കാരനും ഉണ്ട്. ഇസി ദൃശ്യക്കെ ബീച്ച് സെ ഗുസറത് ഗുയി ഹുയി ദോ സ്കൂളി ബെച്ചെ ബേല ഓർ സാഹിൽ. ഈ ദൃശ്യങ്ങൾക്ക് ഇടയിലൂടെ ആര് വരുന്നുണ്ട്? 2 കുട്ടികൾ വരുന്നുണ്ട്. ഒരു സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട്. അതാണ് നമ്മുടെ 2 കഥാപാത്രങ്ങൾ. ആരൊക്കെയാണ്? ബേല ഓർ സാഹിൽ. ഉൻ ദിനോ പേൻ മേ 5 പൈസെ മേ നീലി സ്യാഹി ഭരി ജാതി ഹെ. അക്കാലത്തൊക്കെ 5 പൈസയ്ക്ക് നീല മഷി നിറയ്ക്കാമായിരുന്നു. സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലെ ട്രോപ്പസെ പേൻ മേ സ്യാഹി ഭർത്തേ ദേ. 5ാമത്തെ പാരഗ്രാഫ് നോക്കൂ. पेन में कुछ स्याही बेची थी, उसे साहिल ने जमीन पर छिड़क दिया. नए स्याही भरवाने के लिए दोनों दुकान पर पहुंचे. പേനയിൽ കുറച്ച് മഷി അവശേഷിച്ചിരുന്നു. ബെജി ഹെ, അവശേഷിച്ചിരുന്നു. ഉസെ സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ. ഉണ്ടായിരുന്ന മഷി അവൻ എന്ത് ചെയ്ത്? ചിടക് ദിയ മീൻസ് കുടഞ്ഞ് കളഞ്ഞു. നയേ സ്യാഹി എന്തിനു വേണ്ടി? പുതിയ മഷി നിറയ്ക്കാൻ. ഭർവാനെ കെ ലിയെ ദോനോ ദുക്കാൻ പർ പഹുഞ്ചെ. അതിന് അവരെവിടെ എത്തി? കടയിൽ എത്തി. ഏക്ക് പേന സ്യാഹി ഭർദോ. പേനയും മഷി നിറയ്ക്കൂ, നിറച്ചു തരുമെന്ന് പറഞ്ഞു. സാഹിൽ സെ പഹലെ ഹി ബേലാനെ ദുക്കാൻ വാലെ സെ കഹ. എന്ത് ചെയ്ത്? ആരാണ് മുമ്പേ പറഞ്ഞത്? സാഹില് ബേലേക്കാ മുമ്പേ പറഞ്ഞു. ബേട്ടാ സ്യാഹി ഹി ബോതൽ അഭി അഭി ഖാലി ഹോ ഗയി. എന്ത് ചെയ്ത്? ഇപ്പോൾ മഷി നിറയ്ക്കാൻ പറ്റില്ല, ഖാലിയാണ്, തീർന്നുപോയി. अब तो कल ही मिल पाएगा, नाले वന്നോളൂ. लेकिन इसमें तो पेन में जो स्याही थी उसे भी जमीन पर छिड़क दिया. ബേല बोली. ബേല എന്തോ പറഞ്ഞു? ഉണ്ടായിരുന്ന മഷി കൂടി ഇവൻ എന്ത് ചെയ്ത്? തറയിൽ കുടഞ്ഞ് കളഞ്ഞു. ഇത് അവർ രണ്ടുപേരും കടക്കാരനോട് പറയുന്ന, ഷോപ്പറോട് പറയുന്ന ഒരു കോൺവെർസേഷനാണ്. അതിന് കടക്കാരൻ പറയുന്ന ഒരു മെസ്സേജ് ഇവിടെ കവി ഓർമ്മിപ്പിക്കുകയാണ്. അത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അത് എല്ലാ പ്രാവശ്യവും എക്സാമിന് ചോദിക്കുന്ന ഒരു
ക്വസ്റ്റ്യൻ ആണ്. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മെസ്സേജ് ഇതാണ്: ബാദൽ കോ ദേഖ് കർ ഖഡേ കോ നഹി ദുലാൻ ചാഹിയെ. മേഘം കണ്ടുകൊണ്ട് കുടം കമിഴ്ത്തി കളയരുത്. അതായത് കുടത്തിൽ നിറയെ വെള്ളമുണ്ടായിരുന്നു, എന്നാൽ മഴ വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്ത്, മേഘം കണ്ടുകൊണ്ട് കുടത്തിലെ ഉള്ള വെള്ളം കൂടെ കമിഴ്ത്തി കളഞ്ഞു. അത് ആരോട് പറയുന്നതാണ്? ഈ 2 കുട്ടികളോട് അദ്ദേഹം പറയുന്ന കാര്യമാണ്. എന്താണെന്ന് മനസ്സിലായോ? ഉണ്ടായിരുന്ന മഷി എന്ത് ചെയ്ത്, കുടഞ്ഞു കളഞ്ഞിട്ട് പുതിയ മഷി നിറയ്ക്കാൻ വന്നു. അപ്പം മഷി ഉണ്ടോ? ഇല്ല. അത് തന്നെയാണ് കവി ഇവിടെ പറയുന്നത്. ബാദൽക്കോ ദേഖ്കർ ഖഡോക്കോ നഹി ധുലാൻ ചാഹിയെ. അതായത് മേഘം കണ്ടുകൊണ്ട് കുടത്തിലെ വെള്ളം ചരിച്ചു കളയരുത്. ദുക്കാൻ വാലെ ഭയ്യാനെ കഹ ഓർ പൂച്ച കോൺസി മേം പഠിത്തേ ഹോ. ദുക്കാൻ വാലെ ചോദിച്ചു, 2 പേരും എത്രയിലാണ് പഠിക്കുന്നത്? 5वीं में, 5th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. സാഹിലിനെ ഐസെ ഭൂരെ മനസ്സെ ബതായ ജൈസെ 5वीं में പഠിത്ത പാപ ഹോ. വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതാണ് സാഹിൽ പറഞ്ഞത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്തോ പാവമായിട്ട്. ദോനോ ദുക്കാൻ വാല ഭയ്യാനെ ഖാ. ദുക്കാൻ വാല ചോദിച്ചു, 2 പേരും. ഹം ദോനോ, അതെ 2 പേരും. और हम दोनों का സെക്ഷൻ വി एक ही है ए. അതെ 2 പേരും ഒരു സെക്ഷനിലാണ് പഠിക്കുന്നത്, എയിൽ. ബേലാനെ ഐസെ കുछ होकर बताया जैसे एक कोई बहुत बड़ी बात हो. അവൾ പറഞ്ഞത് എന്തോ ഒരു അഭിമാനം പോലെ, എന്തോ ഒരു സന്തോഷത്തിലൂടെയാണ്, വളരെ ഒരു സന്തോഷത്തോടു കൂടിയാണ് അവളത് പറഞ്ഞത്. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ थे. ക്ലാസ്സിൽ 2 പേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്. കോപ്പി മേ കാം കർത്തേ തോ ദോനോ കോപ്പി മേ കാം കർത്തേ थे. എഴുതുമ്പോഴും 2 പേരും ഒരുമിച്ചാണ് എഴുതുന്നത്. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ തോ. പുസ്തകം വായിക്കുന്നതും ഒരുമിച്ചാണ്. ബൽക്കി പാഠ്വി ഏക് ഹി പഠിത്തേ. മറിച്ച് വായിക്കുന്നത് സാഹിൽ ചമക്ക് ഉടി സൻ 57 में वह तलवार पुरानी थी. पढ़ता तो बेला भी चमक उड़ी सन 57 में वह तलवार पुरानी थी पढ़ती थी. ഒരാൾ വായിച്ച സാധനം തന്നെയാണ് അടുത്ത ആളും വായിക്കുന്നത്. അപ്പോൾ 2 പേരും തമ്മിൽ നല്ല ഒരു ബന്ധമാണ് കഥാകൃത്ത് ഇവിടെ സൂചിപ്പിക്കുന്നത്. बेला कहती बहन जी पानी पीने चली जाओ. സാഹിൽ कहता बहन जी पानी पीने चला जाओ. 2 പേരും ഒരുമിച്ച് ചോദിക്കും. ഒരാൾ വെള്ളം കുടിക്കാൻ ചോദിച്ചാൽ അടുത്ത ആളും അതുപോലെ തന്നെ ചോദിക്കും. गणित के मार्क्स ऑफ सुरेंद्र जी का पीरियड खेल खंडी के बाद आता था. മാത്സ് സാറാണ് സുരേന്ദ്രജി മാസ്റ്റർ. അദ്ദേഹത്തിന്റെ പീരീഡ് ഡ്രിൽ പീരീഡിന് ശേഷമാണ്. बच्चे उनसे कांपते थे और खेल खंडी बंद होने से 2 मिनट पहले ही अपनी जगहों पर आकर बैठे रहते थे. അദ്ദേഹത്തിന് ഡ്രിൽ പീരീഡിന് 2 മിനിറ്റിന് മുമ്പേ കുട്ടികൾ വന്ന് ഹാജരായിരിക്കും. सुरेंद्र जी मार्क्स ऑफ इसी पीरियड में कॉपी चांच दे दे. എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ ആ പീരീഡിൽ മാത്സ് സാറിൻ്റെ സുരേന്ദ്രജി മാസ്റ്ററിൻ്റെ ക്ലാസ്സിൽ പീരീഡിൽ ബുക്ക് ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു? അദ്ദേഹത്തെ ഭയങ്കര പേടിയാണ് കുട്ടികൾക്ക്. जरा सी गलती पर बच्चों को इधर उधर फेंक देते थे. धा चाप्ड मरने लगते थे. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹത്തിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? ജരാസി ഗൽത്തി പർ ബച്ചോക്കെ ഇതർ ഉദർ ഫേക്ന. ഫേക്ന എന്ന് വെച്ചാൽ എറിയുക എന്നർത്ഥം. ഇവിടെ തള്ളുക എന്നാണ് പറയുന്നത്. കുട്ടികളെ തെറ്റ് കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെ പിടിച്ച് തള്ളും. അല്ലെന്നുണ്ടെങ്കിൽ ചാപ്പൾ, ചാപ്പൾ മീൻസ് അടിക്കുക ചെയ്യും. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്ത തോ രുഖന ഫുല ജാത്തത. അദ്ദേഹത്തിന് അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നിർത്തുകയില്ല. एक दिन सुरेंद्र जी मार्क्स ने बेला के बालों में पंजा बोसाയ. ഒരു ദിവസം ബേലയ്ക്ക് സാറിൽ നിന്ന് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती दी ही नहीं. അതായത് ഏത് തെറ്റിനാണോ അവളെ ശിക്ഷിക്കപ്പെട്ടത്, പക്ഷെ ആ തെറ്റ് അവൾ ചെയ്തിട്ടില്ലായിരുന്നു. ഉन्होंने बेला को छोड़ दिया. അതുകൊണ്ട് അവളെ സർ വെറുതെ വിട്ടു. बेला के फैजिद चेहरे को देखकर साहिल बुरी तरह डर गया. പക്ഷേ ആർക്ക് ഭയമായി? സാഹിലിന് ഭയചകിതമായ ഒരു മുഖമായിരുന്നു അവൻ ഭയന്നിരുന്നു. उसने देखा कि बेला
के पाव अभी भी काम रहे थे. പക്ഷെ അവളുടെ കാലുകൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? വിറയ്ക്കുന്ന ഉണ്ടായിരുന്നു. ജൈസെ വഹ് ഖണ്ഡേ ഖണ്ഡേ അഭി ഗിർ ജായെങ്കി, അവൾ നിന്ന നിൽപ്പിൽ തന്നെ വീഴുമോ എന്ന് വിചാരിച്ചു. സുരേന്ദ്രജി മാഡ് സാബ് ने കോപ്പി को उसने बैठने की जगह पर फेंक दे हुए कहा. അദ്ദേഹം അവളുടെ ബുക്ക് എടുത്ത് ഇരിക്കുന്നിടത്തിട്ട് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ബൈട്ട അപ്പനി ജഗഹ് पर, അവിടെ പോയിരിക്കൂ എന്ന് സർ പറഞ്ഞു. ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയ, അവളുടെ മനസ്സ് നന്നായി വിഷമിച്ചു. മാഡ് സാബ് ചാഹെ മുझे പീഡ് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. അടിച്ചതിലുള്ള വിഷമം. എന്തുകൊണ്ടാണ് വിഷമം? സാഹിലിന്റെ മുന്നിൽ വെച്ച് അവളെ നാണം കെടുത്തിയത് കൊണ്ടാണ്. ഏക സാഹിൽ കെ സാമനെ ഖുദ് ഹോ ശർമിത് മഹസൂസ് കർ ഹി രഹി थी, അതായത് അവന്റെ മുന്നിൽ സ്വയം നാണം കെട്ടതുപോലെ അവൾക്ക് തോന്നി. क्योंकि वह जानती थी कि वह साहिल की नजर में बहुत अच्छी है. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നറിയാമോ? കാഴ്ചയിൽ, അതായത് സാഹിലിന്റെ മുന്നിൽ അവൾ നല്ല കുട്ടിയാണ്, അവന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇവൾ നല്ല കുട്ടിയാണ് എന്ന് അവൾക്ക് സ്വയം അറിയാമായിരുന്നു. जब वह उसके पास आकर बैठी उससे नजर नहीं मिला पाई, രണ്ടുപേരും അടുത്തടുത്ത് പോയിരുന്നെങ്കിലും എന്ത് ചെയ്തിരുന്നില്ല? പരസ്പരം അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിഞ്ഞില്ല. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला की सिर पर सफेद पट्टी बंधी थी. ദീപാവലിക്ക് വെക്കേഷന് ശേഷം ബേല വന്നപ്പോൾ അവളുടെ തലയിൽ ഒരു വെള്ള കെട്ടുണ്ടായിരുന്നു. कोई उसे होय हे होय सफेद पट्टी कह रहा था तो कोई सुल्ताना टाकू तो कोई कुछ और कहकर चिढ़ा रहा था. അവളെ പല കുട്ടികളും പല രീതിയിലാണ് അവളെ കളിയാക്കിക്കൊണ്ടിരുന്നു. തലയിൽ വെള്ളക്കെട്ടുള്ള സുൽത്താന്റെ കുട്ടി എന്ന് അവളെ കളിയാക്കിയിരുന്നു. ये क्या हो गया बेला, സാഹിൽ ने परेशान होते हुए पूछा. അവൻ ചോദിച്ചു, എന്ത് പറ്റി ബേല? പരേശത്തോടു കൂടി ചോദിച്ചു. ചച്ചേ സുർ ഗൈ, ഞാനൊന്ന് ടെറസിൽ നിന്ന് വീണു. ബേലാനെ ഹംസത്തെ ഹുയെ കഹ ഓർ കഹ, അവള് ചിരിച്ചുകൊണ്ടാണ് അവനോട് പറഞ്ഞത്. ബഹുത് ദിൻ ഹോ ഗൈ, ഇന്നൊരു പ്രത്യേക ദിവസമാണ്. ആജ് ഖേൽ ഖണ്ഡി മേ ഗാന്ധി ചൗക്ക് മേ ലങ്കടി ടാങ്ക് ഖേലേങ്കോ, നമുക്കിന്ന് ഗാന്ധി ചൗക്കില് എന്ത് ചെയ്യണം? ഒറ്റക്കാലിച്ചാട്ടം നടത്തണം. ഞഹി ഖേലോങ്ക, വേണ്ട, കളിക്കൊന്നും വേണ്ട. തേരെ സിർ മേ ഫിർസെ ലഗ ജയങ്കത്തോ, സാഹിൽ പറഞ്ഞു കളിക്കൊന്നും വേണ്ട, നീ ഇനി വീണാലോ. നഹി ലഗോങ്കി ബേലാനെ സിദ്ധ് ഹി, അവള് നിർബന്ധം പിടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौकी के बालू में पूरी खेल खंडी ലങ്കടി ടാങ് ടേൽ, അവരെന്ത് ചെയ്തു? അന്നത്തെ ദിവസം മുഴുവൻ എല്ലാവരും കൂടി അവരെ കളിച്ചു. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसे दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुराई रही हो. അതായത് അവിടെ ഒരു മൂർത്തി, ഗാന്ധിജിയുടെ മൂർത്തി ഉണ്ടായിരുന്നു, ഒരു പ്രതിമ ഉണ്ടായിരുന്നു. ആ ഗാന്ധിജിയുടെ മുഖത്ത് എന്നത്തേക്കാളും അധികമായി ചിരി കണ്ടു. रविवार का दिन साहिल अपने घर में नीम के पेड़ की ठाली पकड़कर चूम रहा था. സൺഡേയില് അവന്റെ വീട്ടില് നീം മീൻസ് ആര്യവേപ്പിന്റെ പേടില് ഊഞ്ഞാൽ ആടുകയായിരുന്നു. വഹി ഏക് സ്റ്റൂൾ पर चढ़कर झूलता था, സ്റ്റൂൾ വെച്ചായിരുന്നു അവന് ആടിയിരുന്നത്. अचानक टूटे स्टूल की एक कील साहिल की पिंडली में इलक गई. 1 इंच गहरा गड्ढा हो गया. പെട്ടെന്ന് അച്ചാനക്ക്, ടൂട്ടെ മീൻസ് പൊട്ടുക, പെട്ടെന്ന് പൊട്ടി സ്റ്റൂളില് താഴെ വീണു. അവന്റെ കാലില് 1 ഇഞ്ച് ആഴത്തിൽ മുറിവ് ഉണ്ടായി. उसे सरकारी अस्पताल में पढ़ने बंधवाने के लिए ले जाया गया. ഒരു അവരെവിടെ പോയി? സർക്കാരി ഹോസ്പിറ്റലിൽ കെട്ടുവാനായിട്ട് പോയി. उसने देखा कि 2 लोगों को छोड़कर आगो बेला खड़ी. അവിടെ ആ ക്യൂവിൽ ആര് നിൽപ്പുണ്ടായിരുന്നു? ബേല നിൽപ്പുണ്ടായിരുന്നു. സിർമേ ഫണ്ടി ബന്ധൻവാലി ആയേക്ക, അവൾ എന്തിനു വന്നെയാ? തലയെ കെട്ടാൻ, സ്റ്റിച്ച് ഇടാൻ വന്നതാണ്. സ്റ്റൂൾ ആത്തെ ജാത്തെ ഹുയെ और कच्छ में कई दिनों तक 2 ऐसे बच्चों दिखाई देते रहे
जिनमें से एक की सिर पर फंडी बंदी होती और एक की പിണ്ടലി में. അതായത് അവർ സ്കൂളിൽ ചെന്നപ്പോൾ ഒരാളുടെ കാലിലും ഒരാളുടെ തലയിലും വെള്ളക്കെട്ട് കണ്ടു. സഫേദ് പണ്ടി ബാലെ दोनों कहीं पर भी साथ ही दिखाई देते. ഈ വെള്ളക്കെട്ടുള്ള കാലും വെള്ളക്കെട്ടുള്ള തലയുമുള്ള ഈ കുട്ടികളെ അവിടെ എപ്പോഴും അവർ കണ്ടിരുന്നു. പാഞ്ചവി കഷക റിസൾട്ട് ആകെയ, അങ്ങനെ 5ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു. ദോനോ ചടി മേം ആകെ, അങ്ങനെ അവർ 6th സ്റ്റാൻഡേർഡിലേക്ക് മാറി. ഏക സ്കൂൾ പാഞ്ചവി തക് ഹി ഗ, അവിടെ 5ാം ക്ലാസ് വരെ ഉള്ളു. സാഹിൽ അബ് തും കഹാം പഠേങ്ക, ബേലാന പൂച്ച. സാഹിൽ നീ എവിടെയാണ് ഇനി പഠിക്കാൻ പോവുക? ഓർ തും കഹാ പഠോങ്കി ബേല, സാഹിലിനെ പൂച്ച. സാഹിൽ ചോദിച്ചു, നീ ഇനി എവിടെയാണ് പഠിക്കാൻ പോവുക? മേരെ പാക്കർ കഹ് രഹേ ദേ കി തുഛെ രാജകീയ കന്യാ പാഠശാല മേ പഠേങ്ക ആർ തും. അതായത് ഞാൻ പോകുന്നത് രാജകീയ കന്യാ പാഠശാല. രാജകീയ കന്യാ പാഠശാല മീൻസ് റോയൽ ഗേൾസ് സ്കൂൾ എന്നാണ് അർത്ഥം. അവിടെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. ഓർത്തും, അപ്പോൾ നീയോ? മുझे अगले साल अजमेर भेज देंगे, वहाँ एक हॉस्टल है, घर से दूर वहाँ अकेला रहूँगा. ഞാൻ പോകുന്നത് അജ്മേറിലാണ്. അവിടെ ഒരു ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഹോസ്റ്റലാണ്, അവിടെ വീട്ടിൽ നിന്ന് വളരെ ദൂരെയാണ്. അവിടെ ഞാൻ ഒറ്റയ്ക്കുമാണ്. ക്യോं സാഹിൽ, എന്തിനാ? അബ് തും ഫുലേര മേ ഹി നഹി രഹോങ്ക. അതായത് നീ ഇനി ഫുലേരയിൽ ഇല്ല, നഹി ഇല്ല. തുമാര റിപ്പോർട്ട് കൈ ദിഖാന, നിന്റെ റിപ്പോർട്ടൊന്ന് കാണിച്ചേ. സാഹിൽ ബേല കാ റിപ്പോർട്ട് കൈ देखा था और बेला साहिल का आज आखिरी बारी में एक दूसरे की कोई चीज को चुकर देखा रहे थे. രണ്ടുപേരും പരസ്പരം അവരുടെ റിസൾട്ടുകൾ പരസ്പരം മാറി നോക്കുകയാണ്. അവർ ആദ്യമായിട്ടാണ് റിപ്പോർട്ടുകൾ നോക്കുന്നതും ഒരാളുടെ സാധനം ഒരാൾ യൂസ് ചെയ്യുന്നതും. തുമാരി ആംഗോമേ ആംസു ക്യോം ആ രഹേ ഹേ ബേല, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ടല്ലോ ബേല. മുझे क्या पता, എനിക്കറിയില്ല. ബേലാനെ ടബാ ടബാക്കർ ആംഗോം സെ ഹാംസ്തെ ഹുയെ കഹ, നിറഞ്ഞ കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് അവൾ. അതിന്റെ ലാസ്റ്റ് പാരഗ്രാഫാണ്. साहिल की आंखों बीरबहुड़ी की तरह लाल होने लगी थी और उनमें बारिश की बूंदों से पानी भर गया था. സാഹിലിന്റെ കണ്ണുകൾ ബീർബഹുടിയുടെ നിറം പോലെ ചുമന്നു. നമ്മൾ കരയുമ്പോൾ കണ്ണുകൾ ഞെരടാറില്ലേ? അപ്പോൾ നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യാറുണ്ട്? ചുമക്കാറുണ്ട്. അതുപോലെയായി സാഹിലിന്റെ കണ്ണുകളും. അതുപോലെ തന്നെ ഉന്മേ ബാരിഷ് കി ബൂന്ദോ, അതായത് മഴത്തുള്ളികൾ പോലെ അത് നിറഞ്ഞു നിന്നു. ബേല കഹനെ ലഗി, ബേല പറഞ്ഞു, മാൻ ചിടാവുക അബ് തുംഹെ, ഞാൻ നിന്നെ പിണക്കിക്കട്ടെ. രോനെ സുരത് സാഹിൽ, രോനെ സുരത് സാഹിൽ, അതായത് കരയുന്ന മുഖമുള്ള സാഹിൽ, കരയുന്ന മുഖമുള്ള സാഹിൽ. ബാരിശോം ആനെ മേ തേർഡ് മഹീന ബാക്കിയില്ല, അതായത് മഴയ്ക്ക് മുമ്പ്, അതായത് 1.5 മാസം മുമ്പ് ബാക്കി നിൽക്കുകയാണ്. लेकिन यह बारिश से पहले का बारिश का एक दिन था, അതായത് ചെറിയ മഴ പെയ്യാറുണ്ട്. ഒരു മഴയ്ക്ക് മുമ്പ്, അതായത് മഴയ്ക്ക് മുമ്പേ 1.5 മാസം ബാക്കി നിൽക്കെ ആണ് ഇപ്പോൾ ഒരു ചെറിയ മഴ പെയ്യുന്നത്. ആസ്മാൻ മേ ഖടായിൻ ഗിരി ധീ, അതായത് പൊടി നിറഞ്ഞ കാറ്റ് അടിക്കുന്നു. പാനി ബരസ് രഹാദ, മഴ പെയ്യാൻ തുടങ്ങി. ഫുലോര കസ്ബെ ബാദൽ ഛായി ഏക് ഗലി മാ 5वीं से ചലി ഗയി ഏക് ലഡ്കി ജാ രഹി ഥി. അപ്പൊ എന്തോ ഇത്, മേഘം അങ്ങനെ വ്യാപിച്ച് ആ തെരുവില്, അതായത് ആ കസ്ബയില്, ആ ഗ്രാമത്തിൽ ഇങ്ങനെ നിറഞ്ഞൊഴുകി. 5वीं से ചടി, അതായത് എത്തുന്ന എത്രയിലേക്ക്, 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് നടന്നു വരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു.
उसने भरे बाल बीरबहुड़ी के रंग के लाल रिबൺ से बंध दे. അവളുടെ തലയിൽ ബീർബഹുയുടെ നിറമുള്ള ഒരു റിബൺ കെട്ടിയിട്ടുണ്ട്. दूसरी दिशाओं को जाती एक गली में 5वीं से छठी में गया एक 11 साल का लड़का जा रहा था. എതിർ ദിശയിൽ നിന്ന് അതുപോലെ തന്നെ എത്രയല്ലേ 5वीക്ക് അതായത് 5th നിന്ന് 6th കിടക്കുന്ന ഒരു 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയും നടന്നു വരുന്നു. साल का लड़का जा रहा था. इसकी पिंडली में बीरबहुड़ी का रंग का सा 1 इंच लंबा ചോട്ട് കാ നിശാൻ था. അവൻ്റെ കാലിൽ ബീർബഹുടിയുടെ കൂട്ട് നിറമുള്ള ഒരു ഇഞ്ച് നീളമുള്ള ഒരു മുറിവും ഉണ്ട്. അപ്പോൾ കുട്ടികൾ ദൂസരോ ഒരു വശത്തു നിന്ന് ഒരു വശത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവരിലുള്ള ആ ഒരു സുഹൃത്ത് ബന്ധം അവിടെ നിൽക്കുകയാണ്. ഇത്രയാണ് ബീർബഹുടി എന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും നന്നായിട്ട് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ കേട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ബൈ.